Hello friends, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി അടിപൊളിയായിട്ട് കോളിഫ്ലവർ മസാലയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചപ്പാത്തിയും ചോറും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ്. ആദ്യം ഒരു പാനിൽ നമ്മൾ ഒരു സ്പൂൺ ഓയിൽ എടുക്കുക. ഈ ഓയിൽ ഒരു അര കപ്പ് തേങ്ങ കുതിച്ചിട്ടിട്ട് അത് നല്ലപോലെ ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ നല്ലപോലെ തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്യുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 3-4 മിനിറ്റ് ആവുമ്പോൾ നമ്മുടെ തേങ്ങ നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. ഇത് കണ്ടോ, നല്ല ഒരു ബ്രൗണിഷ് കളറായി അതുവരെ നമുക്ക് തേങ്ങ നല്ലപോലെ ഫ്രൈ ആയി എടുക്കണം. അപ്പം തേങ്ങ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒരു 5-8 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, പിന്നെ ഒരു അര സവോളയാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അത് ഇനിമേ നല്ലപോലെ ഫ്രൈ ചെയ്യാം. ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് നല്ലപോലെ വാട്ടിയെടുക്കണം. ഇത് ഓണിയനും ഇത് നല്ലപോലെ ഫ്രൈ ആയി വരുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 to 3 മിനിറ്റ്സിൽ നമ്മൾ ഓണിയനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വരും. ഈ സമയത്ത് നമ്മൾ ഇത് ഫ്ലെയിം ഓഫാക്കി ഇത് തണുക്കാൻ വേണ്ടി വെച്ചേക്കുക. നല്ലപോലെ തണുത്ത് കഴിഞ്ഞ് നല്ലൊരു ഫൈൻ പേസ്റ്റാക്കി റെഡിയാക്കിയിട്ട് നമ്മൾ സൈഡിൽ വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പേസ്റ്റ് നമ്മൾ സൈഡിൽ വെച്ചിട്ട് പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുക. അതിൽ നമ്മൾ ആദ്യം ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. കോളിഫ്ലവർ നമ്മൾ ആദ്യം ഒരു ചെറിയ ചൂട് വെള്ളത്തിൽ ഉപ്പിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് കഴിഞ്ഞാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫുൾ ഫ്ലെയിമിൽ നല്ലൊരു 3-4 മിനിറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ബ്രൗൺ ചെറുതായിട്ട് 4 സൈഡിൽ നിന്ന് ബ്രൗണിഷ് ആയി വരും. ആ നേരം വരെ നമുക്ക് ഫ്രൈ ചെയ്യണം. നല്ല ഫുൾ ഫ്ലെയിമിൽ ചെയ്ത് കാരണം നമ്മൾ പിന്നെ അത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഇത് നോക്കുക, ഇത് ചെറിയ കളർ മാറ്റം വരുന്നുണ്ട്, ഇച്ചിരി ബ്രൗണിഷ് കളർ ആവുന്നുണ്ട്. ആ നേരം വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി നമ്മൾ ഇതിൽ മസാല ഇടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മളിപ്പോൾ സ്ലോ ഫ്ലെയിമിൽ നമ്മൾ തീ സ്ലോ വെച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്യാം. മസാല ഇട്ടല്ലേ, മസാല കരിയരുത്. അപ്പോൾ നല്ലപോലെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ സ്ലോ ഫ്ലെയിമിൽ മാത്രം ഫ്രൈ ചെയ്യാവുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കോളിഫ്ലവർ നല്ലപോലെ മുളകും മല്ലിയെല്ലാത്തിലും മിക്സ് ആയിട്ടുണ്ട്. മസാല നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചില്ലേ, നമ്മൾ തേങ്ങ അരിച്ച് വെച്ചില്ലേ, അത് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സാക്കി കഴിഞ്ഞ് ഒരു ഇച്ചിരി ചെറുതായിട്ട് നമ്മൾ ഇതിൽ വെള്ളം തിളച്ച് കൊടുക്കുക. അപ്പോൾ ഒരു അരക്കപ്പ് ഇല്ല, അതിനെക്കാട്ടും കുറച്ച് വെള്ളം മാത്രം എടുത്താൽ മതി. നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമ്മളിത് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് നമ്മൾ എണ്ണ തെളിയുന്ന വരെ നമ്മളത് വേവിക്കണം. അപ്പം നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരും. അപ്പം നല്ലപോലെ ഫ്രൈ ആയും വരും. ആ നേരം നമുക്കൊരു 3-4 മിനിറ്റ് മൂടി വെക്കുക. ഇടയ്ക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ അത് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി എണ്ണ തെളിയുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്യാം. അപ്പോൾ തിരിച്ച് മൂടി വെച്ചേക്കാം. ഇപ്പം നോക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ, നല്ലപോലെ എണ്ണ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നല്ലപോലെ അത് മിക്സ് ആക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ആ ഗ്രേവി എല്ലാം നല്ലപോലെ നമ്മുടെ കോളിഫ്ലവറിൽ കോട്ടായി ഇച്ചിരി ഒരു ഡ്രൈ മസാല പോലെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഫ്രണ്ട്സ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യണം.